ഈ സന്ദർഭം കോൺഗ്രസിനെ ആകെ തന്നെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. ഈ രണ്ട് നടപടികളെ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി ആ അർത്ഥത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു നിലയ്ക്കുമുള്ള ആത്മാർത്ഥത കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ താഴെത്തട്ടിൽ നിന്നോ ഉണ്ടായിട്ടില്ല. ശരിയാണ്, അദ്ദേഹത്തെ പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുപ്പിക്കുന്നില്ല, അദ്ദേഹത്തെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ റിമൂവ് ചെയ്തു എന്നത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസിൽ ഒരു സ്വീകാര്യനായി തന്നെ അദ്ദേഹം ഇപ്പോഴും തുടരുന്നു. പല നേതാക്കളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനുഭാവത്തോടെയുള്ള മറുപടി പറയുന്നു. അദ്ദേഹം നിയമസഭയിൽ വന്നാൽ എന്താണ് കുഴപ്പമെന്ന് UDF കൺവീനർ പോലും ചോദിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പുറത്താക്കിയ ഒരു മനുഷ്യനോട് പരിധി കവിഞ്ഞ അനുഭാവം ഇവർ കാണിക്കുന്നത് പ്രകടമായിരുന്നു. പാലക്കാട് അദ്ദേഹം വന്നപ്പോൾ സ്വീകരണം കിട്ടുന്നു. നിയമസഭയിൽ അദ്ദേഹം ആദ്യമായിട്ട് വന്ന ദിവസം അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. അങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾക്കെതിരെ ചോദ്യമില്ല, നടപടിയില്ല, ഒന്നുമില്ല. പുറത്താക്കിയെന്നത് പേര് മാത്രമാണ്. അകത്ത് അദ്ദേഹം കൊണ്ടു നടക്കപ്പെട്ടു. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരായി പ്രധാനപ്പെട്ട നേതാക്കളെ പോലും കണ്ടു. ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ K. സുധാകരൻ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചേർത്ത് പിടിക്കും, വേദിയിൽ ഒരുമിച്ചിരിക്കും പോലെയുള്ള വർത്തമാനം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ കേസെടുപ്പ് ദിവസം കോൺഗ്രസ് പാർട്ടി ആകമാനം ഉത്തരം പറയേണ്ട ഒരു നില വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അന്നത്തെ സസ്പെൻഷൻ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ പുറത്താക്കിയ ഒരാളെ പാലക്കാട്ടെ പ്രാദേശിക കമ്മിറ്റിയുടെ ഓഫീസിൽ പോലും കയറ്റാൻ പാടില്ല എന്ന കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസിന് ഇത്രയും ഡിഫൻസ് എടുക്കേണ്ടി വരുമായിരുന്നില്ല, അല്ലെങ്കിൽ ഡിഫൻസിൽ പോവേണ്ടി വരുമായിരുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ലൂസായ സമീപനം, ഇരട്ടത്താപ്പുള്ള സമീപനം, വഞ്ചനാപരമായ സമീപനം സ്വാഭാവികമായും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ മാത്രമല്ല, അതിനുശേഷം കൊണ്ടു നടന്ന ഘടകകക്ഷിയിലെ പാർട്ടികൾ പോലും, മുസ്ലിം യൂത്ത് ലീഗിന്റെ പോലും പരിപാടിയിലെ വലിയ ആഘോഷത്തോടെ അദ്ദേഹം നേതാവായി വന്ന് പങ്കെടുക്കുകയും കൈയടിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ആ പാർട്ടികൾ പോലും, അല്ലെങ്കിൽ ആ കക്ഷികൾ പോലും, അത്തരം സംഘടനകൾ പോലും ഇന്നത്തെ ഈ സംഭവത്തിന് ഉത്തരം പറയാൻ നിർബന്ധിതമായിരിക്കുന്നുവെന്ന് കാണണം. അത് രണ്ടാമത്തെ കാര്യം, നേരത്തെ ധന്യ പോലെയുള്ള VD സതീശന്റെ ഇതിലെ റോളാണ്. ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരാതി വന്ന ഘട്ടത്തിൽ കർശനമായ നടപടിയെടുത്ത് പോവുകയല്ലാതെ പാർട്ടിക്ക് മുൻപിൽ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരു വഴിയുമില്ല എന്ന നിലപാട് സതീശൻ സ്വീകരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്തു പോകേണ്ടി വന്നത്. പക്ഷെ അതിനുശേഷം കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള വലിയ ഉരുൾപൊട്ടലുകൾ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ എപ്പിസോഡിന് ശേഷമാണ് കോൺഗ്രസിൽ വലിയ അന്തർ സംഘർഷങ്ങൾ ഉണ്ടാവുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ. അതിന്റെ പേരിൽ VD സതീശനെ പരസ്യമായി അപമാനിക്കാൻ നീചവാക്കുകളുമായി വന്നുകൂടിയ വലിയ സംഘത്തെ നാം കണ്ടു. അവരെല്ലാവരും കോൺഗ്രസ് പ്രൊഫൈലുകളുള്ളവരായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളായിരുന്നു. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു പ്രതിപക്ഷ തീപ്പന്തത്തെ കെടുത്തിക്കളയാൻ പരിശ്രമിക്കുന്നു എന്നായിരുന്നു അവരുടെ പരാതി. പക്ഷേ എന്നാലും സതീശൻ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചാൽ നാളെ ഇതേക്കാൾ ഗൗരവമുള്ള പരാതികൾ ഉയർന്നു വരാം. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കേവലമായിട്ടുള്ള ആക്ഷേപങ്ങൾ മാത്രമാണെങ്കിൽ നാളെ അതൊരു പരാതിയുടെ രൂപത്തിൽ ഗവൺമെന്റ് ഏജൻസീസിന്റെ മുൻപിൽ വരാം. പുതിയ പരാതികൾ വരാം. കാരണം ഇദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയിരിക്കുന്നത് 1-2 പരാതികളല്ല. അവയെല്ലാം പുറത്തു നിന്നുള്ളവ മാത്രമല്ല, അകത്തു നിന്നുള്ള നേതാക്കളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് മോശം ബിഹേവിയർ ഉണ്ടായി എന്ന് നേതൃത്വത്തോട് പരാതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും, ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ എത്തിയിരിക്കുന്നു, ഉണ്ടായ ആഘാതം കാണൂ. അടുത്ത അസംബ്ലിയാണ്, അവിടേക്ക് ഇപ്പോൾ ഇതിലും ഗൗരവമുള്ള പരാതികൾ വരും. അദ്ദേഹം ഇതൊരു ഹാബിച്വൽ ഒഫൻഡറുടെ കേസാണ്. അതുകൊണ്ട് സംരക്ഷിക്കുന്നത് അപകടമായിരിക്കുമെന്ന് സതീശൻ മുന്നേ പറഞ്ഞു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സതീശനെ കൂടി അടിക്കാനുള്ള വടിയായി. അതിൽ തന്നെ ചില ആളുകൾ ഇതിനെ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് സംരക്ഷണ കവചം കിട്ടിയത്. അവയെല്ലാം കൂടോടെ തകർന്നു വീഴുന്നതാണ് സത്യത്തിൽ നാം ഇപ്പോൾ കാണുന്നത് തന്നെയാണ്. യെസ്, മാത്രമല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ സംരക്ഷിക്കാൻ ഇനിയും ഇപ്പൊ മുതിരില്ലായിരിക്കും. ഞാൻ ഇപ്പോൾ ഓർത്തത് കഴിഞ്ഞ ദിവസമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണമാണ്. അതായത് ഇപ്പോൾ പരാതിക്ക് ആധാരമായിട്ടുള്ള, ഇല്ലെങ്കിൽ പരാതിയിൽ പെൺകുട്ടി നൽകിയിട്ടുള്ള ആ ഓഡിയോയുടെയും ഇല്ലെങ്കിൽ ആ ശബ്ദ സന്ദേശത്തിന്റെ ആ ചാറ്റുകളുടെയും ഒക്കെ പ്രതികരണം തേടിയപ്പോൾ നമുക്ക് ജേർണലിസം ക്ലാസ് എടുത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പം ഇനി എന്ത് ക്ലാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ എടുക്കേണ്ടതുണ്ടെന്നാണ്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇപ്പോഴും കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുക എന്ന വാക്ക് മീനിങ് ഫുള്ളായി നടപ്പിലാക്കുക എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ടയാളല്ല. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ഒരു ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നു. ആ ആക്ഷേപം പരാതിയുടെ രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോൺഗ്രസിന്റെ സംഘത്തിൽ ഉണ്ടാവാൻ പാടില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തല ഉണ്ടാവാൻ പാടില്ല എന്നുറപ്പാക്കലാണ് ഇപ്പോൾ ആ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം.
ഇപ്പോഴും പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടക്കുന്നു. പല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മടിയില്ലാതെ സ്വീകരിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് സ്വീകാര്യനായ ഒരാൾ, മടങ്ങി വരാൻ കഴിയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരാതികളെല്ലാം ആക്ഷേപങ്ങളെല്ലാം കെട്ടിച്ചമച്ചത് എന്ന മട്ടുണ്ടാക്കി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർമാരും ഒപ്പം അദ്ദേഹത്തിന്റെ അനുയായ വൃന്ദവും അശ്ലീലമായി ശ്രമിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവസാനിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കോൺഗ്രസ് ഇതിന് പേ ചെയ്യേണ്ടി വരും. കോൺഗ്രസ് നേതൃത്വമൊന്നാകെ ഇതിന് സംരക്ഷണം കൊടുക്കുകയാണ്, സൈക്കോപാത്തിനെ പോലെ സ്ത്രീകളോട് പെരുമാറുന്ന ഒരാൾക്ക് എന്ന ആക്ഷേപം അവർ കേട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്, ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അകറ്റി നിർത്തേണ്ടവരാരായാലും, അവർ ഏത് വലിയ നേതാവായാലും അകറ്റി നിർത്തേണ്ടത് ഒരു നിർണായക സന്ദർഭമാണ്. ആ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. 2 തവണയായി അധികാരത്തിൽ നിന്ന് തോറ്റു പുറത്തായിരിക്കുന്ന ഒരു പാർട്ടി ജയിക്കാനുള്ള അവസാനത്തെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസ് ഇത്തരം സ്വയംകൃതാനർത്ഥങ്ങൾ, ആത്മഹത്യാപരമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ അവർക്ക് കഴിയണം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ സംഗതികളിലെല്ലാം എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാനൊരു വ്യക്തത വരുത്താം എന്നാണ്. കേസ് വന്നിരിക്കുന്നു, ഗുരുതരമായ ആക്ഷേപമാണ്, സർക്കാർ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു, ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കും. അദ്ദേഹം വ്യക്തത വരുത്താനുള്ള സമയമായോ എന്തോ? ആയെങ്കിൽ ഇപ്പോഴെങ്കിലും വ്യക്തത വരുത്താൻ അദ്ദേഹത്തിന് കഴിയണം. അങ്ങനെ ഒരു ഓഡിയോ സന്ദേശം ഉണ്ടായിട്ടുണ്ടോ? അത് പേഴ്സണൽ ഇടപാടുകളാണോ? അതിൽ പോലീസിന് കേസെടുക്കാൻ കഴിയില്ല എന്നാണോ? അതോ ഈ പറയുന്നതെല്ലാം വ്യാജമായ ആരോപണമാണെന്നാണോ? എങ്കിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയണം. അത് പറയാത്തിടത്തോളം കാലം ഇങ്ങനെ ഓഫീസ് പൂട്ടി മാധ്യമങ്ങൾക്കും മറ്റാർക്കും അവൈലബിൾ അല്ലാത്ത വിധം ഒളിച്ചിരുന്നത് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചുകൂടി മുൻപേ ഇതിൽ ആരോഗ്യകരമായിട്ടുള്ള ചില സ്റ്റെപ്സ് എടുക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ. അതെടുക്കാതെ അദ്ദേഹം മസിൽ പിടിച്ച് നിന്നു. എനിക്കിതിന് മറികടക്കാൻ കഴിയും, ഈ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലെ വെട്ടുകിളിക്കൂട്ടത്തിന്റെ പിന്തുണയിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് അദ്ദേഹം വിചാരിച്ചു. പരാതി ഒരിക്കലും കൊടുക്കില്ല എന്ന് വിചാരിക്കുക മാത്രമല്ല, ധന്യ ഈ പരാതിക്കാരിയായിട്ടുള്ള ഇപ്പോഴത്തെ യുവതി ഉണ്ടല്ലോ, അവരെ അങ്ങേയറ്റം നീചമായ ഭാഷയിൽ ആക്ഷേപിക്കാൻ ഇട്ടുകൊടുക്കുകയാണ് ഈ കൂട്ടം ചെയ്തത്. ഏറ്റവും അവസാനം വരെ അവരെ അഭിസാരിക എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആൾക്കാരെ നാം കാണുന്നു. എന്ന് വെച്ചാൽ ഇത്തരം വൃത്തികെട്ട സ്ത്രീകളുടെ കെണിയാണ് രാഹുലിനെ പോലെയുള്ള ഉന്നത ശീർഷരായ നേതാക്കൾക്ക് നേരെ ഉണ്ടായത് എന്ന മട്ടിലുള്ള കഥകളാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? അതുകൊണ്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം, പിന്തുണയ്ക്കേണ്ട ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, പിന്തുണയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ആരോഗ്യകരമായ ഒരു പ്രതലത്തിലല്ല നിങ്ങളുടെ നേതാവ് നിൽക്കുന്നത് എന്ന കാര്യമാണ്. അദ്ദേഹം അവിടെയും ഇവിടെയും എല്ലായിടത്തുമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഴപ്പങ്ങൾ അദ്ദേഹത്തിന്റെ ബേസ് തകർക്കുന്നതാണ്. അങ്ങനെ ബേസ് ഇല്ലാത്ത ഒരാളെ നിങ്ങളൊരു ചെറിയ ഒരു സംഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, രക്ഷിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അതിന്റെ ദുരന്ത ഫലം ഇതായിരിക്കും. അപ്പോൾ കോൺഗ്രസിന് ഈ കാര്യത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. വളരെ കണിശവും ഉറപ്പുള്ളതുമായ തീരുമാനം ഫ്രം ദ റൂട്ട് ടു ദ ഫ്രൂട്ട്, ഏറ്റവും താഴെ മുതൽ മുകളിൽ വരെ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനുമുള്ള ബാധ്യതയാണ് ഇത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയമേവ ഒപ്പിച്ച പണിക്ക് സ്വയം പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഇത്തരമൊരു നിർണായക സന്ദർഭത്തിൽ ഒരു പാർട്ടിയാകെ നിന്നു നാറേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കാൻ കഴിയണം. അല്ലെങ്കിൽ അവരും നിരന്തരം ഇതിന് ഉത്തരം പറയേണ്ടി വരും. ധന്യ.